بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها وقال الإنسان ما لها وقال الإنسان ما لها إذا زلزلت الأرض زلزالها ഭൂമിയെന്ന് പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ ഭൂമിയെന്ന് കിടുകിടാ വിറച്ചു കഴിഞ്ഞാൽ വഖറജത്തിൽ അർളു അസ്ഖാലഹാ ഭൂമി അതിന്റെ ഉള്ളിലുള്ളതായ ഭാരങ്ങളെ പുറത്തേക്ക് തള്ളുകയും ചെയ്താൽ ഖിയാമത്ത് നാളിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ അങ്ങോട്ട് ഊതുമ്പോ ആ കാഹളത്തിലുള്ള ഊത്ത് കേട്ടുകൊണ്ട് ആ കാഹളത്തിന്റെ ഊത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ആ വിസ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഭൂമി എങ്ങനെ കിടുകിടാ വിറയ്ക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ ഭൂമി എന്ന് പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ ഭൂമി എന്ന് പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ ആ ഖിയാമത്തിന്റെ ആ രംഗമുണ്ടല്ലോ ആ ഖിയാമത്തിന്റെ വിസ്ഫോടനത്തിന്റെ ശബ്ദമുണ്ടല്ലോ അല്ലാഹുവിന്റെ തീരുമാനമനുസരിച്ച് പ്രഖ്യാപനമനുസരിച്ച് ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ ആ ഊത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഭൂമി കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങുമ്പോ എന്താ ഖിയാമത്തിൻ്റെതായ അവസ്ഥ എന്നറിയോ? അത് വല്ലാത്തൊരു സംഭവമാ. അത് വല്ലാത്തൊരു സംഭവമാണെങ്കിൽ 2-3 വർഷം മുമ്പ് കൊല്ലം ഷാഫിയുടെ ഒരു പാട്ട് ഇറങ്ങിയിരുന്നു. ഷുക്കൂർ എന്ന ചെറുപ്പക്കാരനെ പ്രതീകമാക്കിക്കൊണ്ട് അവൻ കിട്ടുന്നതായ കോലങ്ങളെല്ലാം ചിത്രീകരിച്ചുകൊണ്ട് അവനെ കുറിച്ച് പാട്ടിറക്കിയിരുന്നു. അവസാനമായി പറയാറുണ്ട് ഷുക്കൂർ വല്ലാത്ത സംഭവമാണെന്ന്. എന്നാ നാം ഒന്ന് മനസ്സിലാക്കണേ, ഷുക്കൂറിൻ്റെതായ കോലം കെട്ടലല്ല വല്ലാത്ത സംഭവം. ഏതെങ്കിലും ചെറുപ്പക്കാരൻ കോലം കെട്ടിയാടുമ്പോ ഏതെങ്കിലും പെണ്ണ് കോലം കെട്ടിയാടുമ്പോ അതല്ല വല്ലാത്ത സംഭവം എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാ. ആ ഖിയാമത്തിൻ്റെതായ ശബ്ദം കേൾക്കുമ്പോ ആ ഖിയാമത്തിന്റെ രംഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനം ഒന്ന് കേൾക്കണേ. എന്റെ സഹോദരങ്ങളോട് ആദ്യമേ ഞാൻ പറയുകയുണ്ടായി, ഇന്നത്തെ ഈ ദിവസം പ്രതിസന്ധികൾ കളരാതെ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിനീതം സംസാരിക്കുമ്പോ ഖുർആൻ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുവെങ്കില് ആ ഖിയാമത്തിന്റെ രംഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ നദീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد അല്ലയോ മനുഷ്യരെ ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും നിങ്ങളെ സൃഷ്ടിച്ചതായ നാഥനെ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളെ സൃഷ്ടിച്ചതായ നാഥനെ നിങ്ങൾ പേടിക്കണേ. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ നദീം ആ ഖിയാമത്തിന്റെ ആ രംഗമുണ്ടല്ലോ, ആ ഖിയാമത്തിന്റെ വിസ്ഫോടനത്തിന്റെ ശബ്ദമുണ്ടല്ലോ, ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുമ്പോഴുള്ളതായ പ്രകമ്പനമുണ്ടല്ലോ, അതിലെ ശൈഉൻ നദീം അത് വല്ലാത്തൊരു സംഭവമാ. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനമാ. ശുക്കൂർ അല്ല വല്ലാത്ത സംഭവം. വിശുദ്ധ ഖുർആൻ സംഭവം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച വല്ലാത്ത സംഭവം എന്താണെന്നറിയോ? ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ നദീം ആ ഖിയാമത്തിന്റെ ആ പ്രകമ്പനമുണ്ടല്ലോ, ഖിയാമത്തിന്റെ ആ വിറങ്ങലിക്കലുണ്ടല്ലോ, അത് വല്ലാത്തൊരു സംഭവമാ. എത്രത്തോളം വല്ലാത്ത സംഭവമാണെന്നറിയോ? യൗമ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് ഓരോ കുഞ്ഞിന് മുലയൂട്ടുന്നതായ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ഉമ്മമാരും ആ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ഓടുന്നതായ ആ രംഗമുണ്ടല്ലോ, തന്റെ മാറിടത്തോട് ചേർന്നിരുന്നു കൊണ്ട് മാതാവിൻ്റെതായ ചൂടേറ്റു വാങ്ങിക്കൊണ്ട് മാതാവിന്റെ മാറിടത്തിൽ നിന്ന് അമ്മിഞ്ഞ പാല് നുകരുന്നതായ ആ പിഞ്ചോമന പൈതലുകള് ഈ പ്രകൃതിയുടെ വികൃതി എന്തെന്ന് മനസ്സിലാക്കാത്ത, ഈ പ്രപഞ്ചത്തിന്റെ കുസൃതി എന്തെന്ന് മനസ്സിലാക്കാത്ത, ഗർഭാശയത്തിന്റെ നനവ് വിട്ടുമാറാത്ത, ഗർഭാശയത്തിന്റെ മണം വിട്ടുമാറാത്ത ആ പിഞ്ചോമന പൈതൽ തന്റെ മാതാവിന്റെ മാറിടത്തിൽ നിന്നും അമ്മിഞ്ഞ പാല് നുകർന്നു കുടിച്ചുകൊണ്ടിരിക്കുമ്പോ യൗമ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് ആ കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് മാതാക്കൾ ഓടുന്നതായ ആ രംഗമുണ്ടല്ലോ,
അന്നേ ദിവസം ഈ ശബ്ദം കേൾക്കുമ്പോ ഭയബഹുലരായ ഓരോ മാതാക്കളും കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് അന്തമില്ലാതെ നെട്ടോട്ട് ഓടുന്നതായ രംഗമുണ്ടല്ലോ. നമുക്കറിയുമല്ലോ മാതാക്കൾക്ക് എന്തുമാത്രം സ്നേഹമാ മക്കളോടുള്ളത്, മാതാപിതാക്കൾക്ക് എന്തുമാത്രം സ്നേഹമാ മക്കളോടുള്ളത്. താൻ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും വേണ്ടില്ല, താൻ ദാരിദ്ര്യത്തിന് കയ്പ് നീര് ആസ്വദിക്കേണ്ടി വന്നാലും വേണ്ടില്ല, എന്റെ മക്കൾ സുഭിക്ഷമായി ജീവിക്കണം, എന്റെ മക്കൾ സന്തോഷകരമായി ജീവിക്കണം. വിശപ്പിന്റേതായ വിളി കേട്ടുകൊണ്ട് എന്റെ മക്കളുടേതായ കണ്ണിൽ നിന്ന് ഒരൊറ്റ കണ്ണുനീര് പോലും ഭൂമിയിൽ പതിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ മാതാപിതാക്കളും കഷ്ടപ്പെടുമ്പോ നിങ്ങൾക്ക് കേൾക്കണോ, ഈ 2-3 മാസം മുമ്പ് നടന്നതായ ഒരു സംഭവമാ. കൊല്ലം ജില്ലയിലെ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് വിക്ടോറിയ ഹോസ്പിറ്റല്. ആ വിക്ടോറിയ ഹോസ്പിറ്റലില് ഒരു സ്ത്രീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയാ. മുൻധാരണയനുസരിച്ച് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ കുറെ കാലമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന 2 ദമ്പതികൾ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ വേണ്ടി വരുമ്പോ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ നേരത്തെയുള്ള ധാരണ എന്ന് പറഞ്ഞ 500 രൂപയ്ക്ക് പകരമായി കുഞ്ഞിന് നൽകാമെന്ന ആ ധാരണയനുസരിച്ച് കുഞ്ഞിനെ കൈമാറാൻ വേണ്ടിയിട്ട് ആ പ്രസവത്തിൻ്റെതായ വേദന മാറുന്നതിന് മുമ്പായി, ആ ഗർഭത്തിന്റെ ആലസ്യം അവസാനിക്കുന്നതിന് മുമ്പായി ആ ചോരപ്പൈതലിനെയും എടുത്തുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിന്റെ വാതിലിലേക്ക് വന്നുകൊണ്ട് നേരത്തെയുള്ള ധാരണയനുസരിച്ച് കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നതായ ദമ്പതികളിൽ നിന്ന് അവർ വെച്ച് നീട്ടിയതായ 500 രൂപയുടെ നോട്ട് ഇടത് കൈ കൊണ്ട് വാങ്ങുമ്പോഴോ വലത് കൈ കൊണ്ട് താൻ നൊന്ത് പ്രസവിച്ചതായ പൊന്നോമന മോനെ വലത് കൈ കൊണ്ട് കൈമാറാൻ ശ്രമിക്കുമ്പോ, കൈമാറാൻ വേണ്ടി തയ്യാറാകുമ്പോ ആ ദമ്പതികൾ നിങ്ങൾ ഏറ്റുവാങ്ങിയതായ 500 രൂപയുടേതായ നോട്ട് തന്റേതായ ഒക്കത്ത് തിരുമിയതിനു ശേഷം അതാ മാതാവ് 2 കൈ കൊണ്ടും ആ രക്തപൈതലിനെ, ആ രക്തത്തിന്റെ മണം മാറാത്ത പൊന്നോമനയെ തന്റെ മാറോട് ചേർത്തണച്ചുകൊണ്ട് ആ നെറുകയിൽ ചുംബിക്കുമ്പോ കണ്ടു നിന്നതായ ജനങ്ങളുടെ എല്ലാ കരളുകൾ അരിഞ്ഞു പോയി എങ്കില്, എല്ലാവരുടെയും കണ്ണുകൾ സജനങ്ങളായി എങ്കില്, കൂടി നിന്നവർ ഒന്നടങ്കം ആ പെണ്ണിനോട് ചോദിക്കുകയാണല്ലയോ പെങ്ങളെ, എന്തിനാ നീ കുഞ്ഞിനെ വിൽക്കുന്നത്? ഇത്രയും സ്നേഹമാണ് നിന്റെ കുഞ്ഞിനോട് നിനക്കുള്ളതെങ്കില് എന്തിനാ കുഞ്ഞിനെ നീ വിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മാതാവ് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾക്കറിയുമോ എന്റെ ഈ പൊന്നുമോനോട് എനിക്ക് ഇഷ്ടമില്ലാത്തതിന്റെ പേരിലല്ല, വളർത്താനുള്ള ആഗ്രഹമില്ലാത്തതിന്റെ പേരിലല്ല, പിന്നെയോ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവിനെ ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാ, ബന്ധുക്കൾക്ക് ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ അവനും അയാളുമായി നാട് വിടേണ്ടി വന്നു. ഞങ്ങൾ വന്നെത്തിയത് കൊല്ലം നഗരത്തിലാണെങ്കിൽ സന്തോഷകരമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവന്റെ പിതാവുണ്ടല്ലോ, ഇവനെ ഞാൻ ഗർഭിണിയായെന്നറിഞ്ഞപ്പോഴേക്ക് എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ടുപോയി എങ്കില് അയാളിന്ന് എവിടെയാ ഉള്ളതെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയാ ഉള്ളതെങ്കില്, ഉന്നതമായ കുടുംബത്തിൽ പിറന്നതായ പെണ്ണാണ് ഞാന്, ജോലി ചെയ്ത് ശീലമില്ലാത്ത ഞാന് ആഴ്ചകളായി പട്ടിണി കിടക്കുകയാ, കടത്തിണ്ണകളിലാ ഞാൻ അന്തി ഉറങ്ങുന്നത്, കടയുടേതായ ഓരങ്ങളിലാ ഞാൻ അന്തി ഉറങ്ങുന്നത്, ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടാ ഞാൻ എന്റെ പൊന്നുമോന് ഗർഭം ചുമന്നത്, പട്ടിണി കിടന്നുകൊണ്ടാ പട്ടിണിയുടെ വിളി കേട്ടുകൊണ്ടാണ് ഞാൻ ഈ പൊന്നോമനെ പ്രസവിച്ചത്. അതുകൊണ്ട് ഈ പൊന്നോമനെ കൊടുക്കുന്നതിന്റെ രഹസ്യം എന്താണെന്നറിയോ? എന്റെ ഈ മോനോട് സ്നേഹമില്ലാത്തതിന്റെ പേരിലല്ല, എന്റെ ഈ പൊന്നുമോനോട് ഇഷ്ടമില്ലാത്തതിന്റെ പേരിലല്ല, ആ മോന്റെ വാഗൊണ്ട് അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാണെന്നറിയോ? ഈ 500 രൂപയ്ക്ക് ഞാനൊരു വിലയും കൽപ്പിച്ചിട്ടില്ല എങ്കില്, പക്ഷേ എന്റെ പൊന്നുമോനെ ഞാൻ വിൽക്കാൻ തയ്യാറായതിന്റെ രഹസ്യം എന്താണെന്നറിയോ? ഞാനാണെങ്കിലോ ആഴ്ചകളായി പട്ടിണിയാ കിടക്കുന്നത്. ഈ ദമ്പതികൾ, മക്കളില്ലാത്ത ഈ ദമ്പതികള് എന്റെ ഈ പൊന്നോമനെ വാങ്ങിക്കൊണ്ടു പോകുമ്പോ അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമല്ലോ, സ്വാദിഷ്ടമായ ഭക്ഷണം എന്റെ പൊന്നുമോന് കൊടുക്കുമല്ലോ, എന്റെ മകൻ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് വിശപ്പറിയാതെ വളർന്നു വരുമല്ലോ. ഞാൻ പട്ടിണി കിടന്ന് ചാകേണ്ടി വന്നാലും വേണ്ടില്ല, ഞാൻ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും വേണ്ടില്ല, എന്റെ പൊന്നുമോ സന്തോഷത്തോട് ജീവിക്കട്ടെ എന്നുള്ളതായ ആഗ്രഹത്തിന്റെ പേരില്ല എന്റെ പൊന്നോമനെ ഞാൻ വിറ്റത് എന്ന് പറഞ്ഞുവെങ്കില് അത്രത്തോളം മക്കളെ സ്നേഹിക്കുന്ന മാതാക്കളുണ്ടല്ലോ. ആ പിഞ്ചോമന പൈതലുകളെ പോലും വലിച്ചെറിഞ്ഞിട്ടോറുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ വീണ്ടും വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്ന കേൾക്കണേ,
ഓരോ ഗർഭിണികളായ സ്ത്രീകളും ആ ഗർഭം പൂർത്തിയാകുന്നതിന് മുമ്പ്, ആ ഗർഭത്തിന്റെ അവസ്ഥ പൂർത്തിയാകുന്നതിന് മുമ്പ്, സമയം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ഖിയാമത്തിന്റെ വിസ്ഫോടനത്തിന് ശബ്ദം കേൾക്കുമ്പോ അറിയാതെ പ്രസവിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ വീണ്ടും വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനം ഒന്ന് കേൾക്കണേ. വതറന്നാസ സുകാറാ, ജനങ്ങളെയെല്ലാം നീ മസ്ത് ബാധിച്ചവനായി കാണുന്നതാ, ഓരോ മനുഷ്യനെയും ലഹരി ബാധിച്ചവനായി നീ കാണുന്നതാ. പക്ഷേ അവരാരും മദ്യപിച്ചിട്ടില്ല, അവർക്കാർക്കും ലഹരി ബാധിച്ചിട്ടില്ല. പക്ഷേ ഈ ഖിയാമത്തിന്റെ ആ വിളിയുടെ ശബ്ദം കേട്ടപ്പോ, ആ സൂറന്ന കാഹളത്തിൽ ഊതിയതിന്റെ ശബ്ദം കേട്ടപ്പോ ഇവരെല്ലാം അറിയാതെ ബുദ്ധിയുടെ സ്ഥിരത മാറിപ്പോയിട്ട് ഭ്രാന്തന്മാരെ പോലെ അലയുന്നതാ നബി എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ആ ഖിയാമത്തിന്റെ ആ രംഗമുണ്ടല്ലോ, ആ ഖിയാമത്തിന്റെ രംഗമുണ്ടല്ലോ, ആ ശബ്ദം കേൾക്കുമ്പോ ഭൂമി അങ്ങോട്ട് കിടുകിടാ വിറയ്ക്കുകയാ. വഖാലൽ ഇൻസാനു മാലഹാ, ഭൂമി അങ്ങോട്ട് കിടുകിടാ വിറച്ചതിന് ശേഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണ്ണിന്റെ ഉള്ളിൽ, ഖബറിന്റെ ഉള്ളിൽ അടക്കം ചെയ്തതായ ആ കബന്ധങ്ങൾ പുറത്തേക്ക് ഭൂമി തള്ളുമ്പോ ജനങ്ങളെല്ലാം ചോദിക്കുകയാണ് വഖാലൽ ഇൻസാനു മാലഹാ, വഖാലൽ ഇൻസാനു മാലഹാ, ഈ ഭൂമിക്ക് എന്താ പറ്റിയത്, ഈ ഭൂമിക്ക് എന്താ പറ്റിയെന്ന് ഓരോ മനുഷ്യരും ചോദിക്കുമ്പോ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്ന് ഭൂമി പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയുന്ന ഒരേ ഒരു സാക്ഷിയാണ് ഭൂമി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാ. പ്രിയപ്പെട്ട സഹോദരിമാരോട്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, ജീവിത പ്രയാസം ഉണ്ടാകുമ്പോ, കച്ചവടം ചെയ്തതിനു ശേഷം നഷ്ടങ്ങൾ സംഭവിക്കുമ്പോ ഇനി എങ്ങനാ ജീവിക്കുക, ഇനി എങ്ങനാ ജീവിക്കുക, എവിടെയാണ് ആശ്വാസത്തിന് വഴികൾ കടന്നു വരിക, എവിടെയാണ് ഇസ്സത്തിന്റെ പ്രതാപത്തിൻ്റെതായ വാതായനങ്ങൾ തുറക്കപ്പെടുക എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ മനുഷ്യനും വ്യാകുലപ്പെടുമ്പോ, ഓരോ മനുഷ്യനും വ്യാകുലപ്പെടുമ്പോ, ഇതുപോലെ റബ്ബിൽ പ്രതീക്ഷയില്ലാതെ ചിന്തിക്കാൻ തയ്യാറാകുമ്പോ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയുന്ന ഒരു സാക്ഷിയാണ് ഈ ഭൂമി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയുന്ന ഒരു സാക്ഷിയാണ് ഈ ഭൂമി. ഈ ഭൂമി, ഈ ഭൂമി നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയും. ഈ ഭൂമി നമുക്ക് അനുകൂലമായ സാക്ഷി പറയണം. അതുകൊണ്ട് എന്ത് വേണം? എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വന്നാലും എനിക്ക് എന്റെ അള്ളാഹു മതിയായവനാണ്. ഇന്ന് ഞാൻ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചുവെങ്കിൽ, പ്രതീക്ഷയുടേതായ നാളങ്ങളെല്ലാം കെട്ടടങ്ങിയെങ്കിൽ, ഇനി ജീവിക്കാനൊരു മാർഗമില്ല എങ്കിൽ, എന്തെങ്കിലും ഒരു വെള്ളി വെളിച്ചത്തിന്റെ തിരുനാളം തെളിയിച്ചു തരാൻ, മോചനത്തിന്റെ രാജപാത കാണിച്ചു തരാൻ മതിയായവനായ എന്റെ റബ്ബെന്നുള്ള വിശ്വാസവും പ്രതീക്ഷയുമായിരിക്കണം ഓരോ സത്യവിശ്വാസിയും നയിക്കേണ്ടത്. ഏതുപോലെ ഫലസ്തീന്റെ മോചനത്തിന് വേണ്ടി പടപൊരുതിയ റമീല ഔദ എന്ന് പറയുന്ന 17 വയസ്സുകാരി പെണ്ണിനെ പോലെ, റമീല ഔദ എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്, സംഭവമാണ്. സ്വന്തം രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി, ജൂത പരീക്ഷകളുടെ കയ്യിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടി സ്ത്രീകളോടൊപ്പം പടപൊരുതിയ അടരാടിയതായ പെണ്ണായിരുന്ന റമീല ഔദ 17 വയസ്സുകാരി. അവളുടെ പിതാവിന്റെ പേര് യാക്കൂബ് എന്നാണ്. വയോവൃദ്ധനായ മനുഷ്യനും സ്വന്തം രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പടപൊരുന്ന പടയാളിയായിരുന്നു. റമീലയ്ക്ക് വേണ്ടി വിവാഹം ആലോചിച്ച യൂസുഫ് എന്ന ചെറുപ്പക്കാരൻ, അയാൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്നതായ ഒരു യോദ്ധാവായിരുന്നു, പോരാളിയായിരുന്നു. ഒരു ദിവസം റമീലയുടെ വീട്ടിലേക്ക് ജൂത പട്ടാളക്കാർ കടന്നു വന്നതിന് ശേഷം റമീലയെ പിടിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് നടു റോഡിലേക്ക്. നടു റോഡിൽ കൊണ്ടു നിർത്തിയതിനു ശേഷം തന്റെ വയോവൃദ്ധനായ പിതാവ് യാക്കൂബിനെയും തന്റെ പ്രതിഷ്ഠിതവരനാകാൻ പോകുന്ന യൂസുഫിനെയും മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ആ പിതാവാകുന്ന യാക്കൂബിനോട് പറയുകയാണ്, മകളെ ബലാത്സംഗം ചെയ്യുക, സ്വന്തം മകളെ ബലാത്സംഗം ചെയ്യുക എന്ന് ജൂത പട്ടാളക്കാർ ആജ്ഞാപിക്കുമ്പോ എന്താ താൻ ഈ കേൾക്കുന്നതെന്നുള്ളതായ ചിന്തയോടുകൂടി ബോധരഹിതനായി നിലം പതിക്കുമ്പോ തന്റെ മകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്തതിന്റെ പേരില് യാക്കൂബ് എന്ന പിതാവിനെ തല്ലിയൊടിച്ച് ജൂതന്മാരുടെ രഹസ്യപാളയത്തിലേക്ക് കൊണ്ടു തള്ളുമ്പോ തൊട്ടടുത്ത യൂസുഫ് എന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു,
റമീലയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, റമീലെ ബലാത്സംഗം ചെയ്യുക. യൂസുഫ് എന്ന ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജൂത പട്ടാളത്തിന്റെ കാൽ പിടിക്കുകയാണ്. എന്റെ ജീവിത സഖിയാകാൻ പോകുന്ന, ജീവിത പങ്കാളിയാകാൻ പോകുന്ന പെണ്ണാണ് റമീല. അതുകൊണ്ട് തന്നെ എങ്ങനായിരിക്കും അവളെ പ്രാപിക്കാൻ കഴിയുക? ഈ നടു റോഡിൽ വെച്ച് എങ്ങനാ ബലാത്സംഗം ചെയ്യാൻ കഴിയുക? എന്റെ ജീവിതത്തിന് താങ്ങാകേണ്ട, തണലാകേണ്ട പെണ്ണാണ് റമീല. അതുകൊണ്ട് ഒരിക്കലും തയ്യാറാവുകയില്ല എന്ന് പറയുമ്പോ യൂസുഫ് എന്ന ചെറുപ്പക്കാരന്റെ കൈകാലുകൾ അടിച്ചൊടിച്ചതിന് ശേഷം ആ പിതാവിന്റെയും ആ ചെറുപ്പക്കാരന്റെയും കൺമുമ്പിൽ വെച്ച് ജൂത പട്ടാളക്കാർ മാറി മാറി റമീല ഔദ എന്ന് പറയുന്ന പെണ്ണ് ബലാത്സംഗം ചെയ്യുകയാണ്. ശേഷം ജൂത പട്ടാളത്തിന്റെ രഹസ്യപാളയത്തിലേക്ക് യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ കൊണ്ടുപോയി. എല്ലാവർക്കും അറിയാം, ജൂത പട്ടാളത്തിന്റെ രഹസ്യപാളയത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട ഒരാൾ പോലും മോചിതരായി തിരിച്ചു വന്നിട്ടില്ല, ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. റമീലയെയും ബലാത്സംഗത്തിന് ശേഷം അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു, അവരുടെ നാവ് മുറിച്ചു മാറ്റി, കൈകാലുകൾ അടിച്ചൊടിച്ചു. ഇതുകൊണ്ട് മനുഷ്യൻ തീരാത്ത ജൂത പട്ടാളം അവരുടെ ഗുഹ്യഭാഗത്തിലൂടെ ആസിഡ് ഗർഭാശയത്തിലേക്ക് നിറച്ച് തീ കൊളുത്തിയിട്ട് അവളുടെ ഗർഭാശയം തകർത്ത് കളയുകയാണ് ചെയ്തത്. ശേഷം അവളെ ജയിലിലടച്ചു. വർഷങ്ങൾക്ക് ശേഷം അവൾ പുറത്തു വരികയാണ്, ജയിൽ മോചിതയായി പുറത്തു വരികയാണ്. ഫലസ്തീനിലെ സുന്ദരിയായ റമീല ഔദ എന്ന് പറയുന്ന ആ സുന്ദരിയായ പെണ്ണിൻ്റെതായ സുന്ദരമായ കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നില്ല, സുന്ദരമായ ചുണ്ടുകൾ അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ സൗന്ദര്യം അവശേഷിച്ചിരുന്നില്ല. ആര് കണ്ടാലും മറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരു ജീവച്ചവമായി റമീല ഔദ എന്ന് പറയുന്ന പെണ്ണ് പുറത്തു വരുമ്പോ ഒരിക്കലും ജൂത പട്ടാളത്തിന്റെ രഹസ്യപാളയത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട ഒരാൾ പോലും തിരിച്ചു വന്ന ചരിത്രമില്ല എങ്കിലും റമീല ഔദ എന്ന പെണ്ണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ പ്രതിസന്ധികളെല്ലാം വന്നപ്പോഴും ആ പ്രതിസന്ധിയിൽ തളരാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് റമീല ഔദ എന്ന് പറഞ്ഞ പെണ്ണ്. എന്തെങ്കിലും ഒരു നാൾ യൂസുഫ് ജയിൽ മോചിതനായി പുറത്തേക്ക് വരും, തന്നെ വിവാഹം കഴിക്കും, താനുമായി സുന്ദരമായ കുടുംബജീവിതം നയിക്കും. ആ ഒരു പ്രതീക്ഷയായിരുന്നു റമീല ഔദ എന്ന് പറയുന്ന ആ പെണ്ണിനെ പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചതെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തരണം ചെയ്ത് മുന്നേറാനുള്ള പ്രചോദനമാ വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസിക്ക് നൽകുന്നതെങ്കിൽ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ്, നബിയായി മാറുന്നതിന് മുമ്പ് തന്റേതായ നാടാകുന്ന ഈജിപ്തിൽ പ്രബോധനവുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, സാമൂഹ്യ പ്രവർത്തനവുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ പടപൊരുതുമ്പോ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ പരിശ്രമിക്കുമ്പോ, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീ അഹോരാത്രം പണിയെടുക്കുമ്പോ, ജുമാ മസ്ജിദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായ ഓരോ സ്ഥാപനത്തിന്റെയും ഉന്നമനത്തിന് വേണ്ടി നീ പണിയെടുക്കുമ്പോ, എത്രത്തോളം ഉദൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പള്ളി അങ്കണത്തിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി കടന്നു വരുന്നതായ സത്യവിശ്വാസികൾക്ക് ഉദൂ ചെയ്യാൻ വേണ്ടി ഹൗദുണ്ടാക്കാൻ വേണ്ടി വാതുകൾ സംഘടിപ്പിക്കുമ്പോ, സമ്പത്ത് സ്വരൂപിക്കാൻ വേണ്ടി വാത് സംഘടിപ്പിക്കുമ്പോ, അതിനുവേണ്ടി നീ രാപ്പകലുന്നില്ലാതെ ഓടി നടക്കുമ്പോ നിനക്ക് നൽകുന്നതായ പ്രതിഫലം എന്താണെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസ, ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയതായ അനുഗ്രഹമാണെങ്കിൽ പ്രതിസന്ധി നേരിട്ടപ്പോഴേക്ക് മൂസ എന്ന ചെറുപ്പക്കാരൻ സാമൂഹ്യ പ്രവർത്തനവുമായി മുന്നേറുമ്പോ, തന്റെ കയ്യബദ്ധം കൊണ്ട് ഒരാൾ വീണ് മരിച്ചപ്പോ ഇനി എവിടെയാണ് മോചനത്തിൻ്റെതായ രാജപാത കാണുക? എവിടെയാണ് മോചനത്തിന്റെ വാതായനങ്ങൾ തുറന്നു കിട്ടുക? എവിടെയാണ് മോചനത്തിൻ്റെതായ വെള്ളി വെളിച്ചം കാണാൻ പറ്റുക എന്ന് ചിന്തിച്ചുകൊണ്ട് മൂസ എന്ന ചെറുപ്പക്കാരൻ സഞ്ചരിക്കുമ്പോ, അതാ ചെറുപ്പക്കാരന്റെ ബുദ്ധിയിൽ എന്താണെന്നറിയോ? കുറെ കാലം നാട് വിട്ടുകൊണ്ട് ജീവിക്കുമ്പോ ഒരുപക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല മോചനത്തിൻ്റെതായ വഴി കാണിച്ചു തരുമെന്ന് ചിന്തിച്ചുകൊണ്ട് മദീന എന്ന് പറയുന്നതായ നാട്ടിലേക്ക് മൂസ എന്ന ചെറുപ്പക്കാരൻ യാത്ര പോവുകയാ. ഏത് മദീന എന്നറിയുമോ? ഇന്നത്തെ ഡെൻമാർക്ക് പോലെ സംസ്കാര ശൂന്യരായ ജനങ്ങൾ അധിവസിക്കുന്ന, ഇന്ന് 21-ാം നൂറ്റാണ്ടില് സാംസ്കാരികമായ സമൂഹം മുന്നേറിയെന്ന് അവകാശപ്പെടുമ്പോഴും, എല്ലാ നിലയിലും മനുഷ്യൻ പുരോഗതി കൈവരിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും, ഇന്നും 21-ാം നൂറ്റാണ്ടില് ലോക ഭൂപടത്തില് സംസ്കാര ശൂന്യമായ ജനങ്ങൾ അധിവസിക്കുന്ന നാടെന്ന് രേഖപ്പെടുത്തുന്ന ഒരേ ഒരു നാടുണ്ട് എങ്കിൽ ആ ഡെൻമാർക്കാണെങ്കിൽ, ആ ഡെൻമാർക്കിൽ നമുക്കറിയുമല്ലോ, ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിനെ ബോംബ് സംസ്കാരത്തിന്റെ ആളായി ചിത്രീകരിച്ച നാടാണ് ഡെൻമാർക്കെങ്കിൽ, ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിനെ ബോംബ് സംസ്കാരത്തിന്റെ ആളായി ചിത്രീകരിച്ചുകൊണ്ട് കാർട്ടൂൺ വരയ്ക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശിരസിൽ വെച്ചിരിക്കുന്ന, റിസാലത്തിന്റെ തലയിൽ വെച്ചിരിക്കുന്ന ആ റിസാലത്തിന്റെ തലപ്പാവിന്റെ മുകളില് കത്തുന്ന ബോംബിന്റെ പടം
പടം വരച്ചു വെച്ചതായ കാർട്ടൂണിസ്റ്റ് ജീവിച്ചിരുന്ന ഡെൻമാർക്ക്. ആ കാർട്ടൂണിസ്റ്റ് കഥ എന്താണെന്നറിയോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹ് റസൂലിനെ ആക്ഷേപിച്ചതായ ഒരു മനുഷ്യൻ കത്തിച്ചാമ്പലായി പോയി എങ്കിൽ 21ാം നൂറ്റാണ്ടില് അള്ളാഹ് റസൂലിനെ ആക്ഷേപിച്ചതായ മനുഷ്യനെ ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹ് റസൂൽ തലപ്പാവിന്റെ മുകളില് ബോംബിൻ്റെതായ പടം വരച്ച് വെച്ചുകൊണ്ട് ബോംബ് സംസ്കാരത്തിന്റെ ആളായി അള്ളാഹ് റസൂലിനെ ചിത്രീകരിച്ച് പടം വരച്ചതായ കാർട്ടൂണിസ്റ്റ് ഒരു ദിവസം നട റോഡിലൂടെ ഡെൻമാർക്കിന്റെ തെരുവോരങ്ങളിലൂടെ നട്ടുച്ച സമയത്ത് നടന്നു പോകുമ്പോ ഓട്ടോമാറ്റിക്കായ മനുഷ്യനെ കത്തിച്ചാമ്പലായി പോയി എങ്കിൽ ഇതേ ചരിത്രം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹ് റസൂലിനെ ആരാക്ഷേപിക്കുന്നുവോ, അള്ളാഹ് റസൂലിനെ ആര് പരിഹസിക്കുന്നുവോ, അള്ളാഹ് റസൂലിനെ ആര് മതഭ്രാന്തനായി ചിത്രീകരിക്കുന്നുവോ, അള്ളാഹ് റസൂലിനെ ആര് ജാരസന്തതിയായി ചിത്രീകരിക്കുന്നുവോ അവർക്ക് കാലം സാക്ഷിയാണ്. കാലം സാക്ഷിയാ. അള്ളാഹ് റസൂലിനെ ആരാക്ഷേപിക്കുന്നുവോ അവരെ സാക്ഷാൽ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുമെന്ന് 21ാം നൂറ്റാണ്ടിൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല തെളിയിച്ചിട്ടുണ്ട് എങ്കിൽ ആരെല്ലാം പ്രവാചകന്റെ പേരിൽ ലഘുലേഖ എഴുതിയാലും, ആരെല്ലാം പ്രവാചകന്റെ പേരിൽ പുസ്തകം തയ്യാറാക്കിയാലും, ആരെല്ലാം പ്രവാചകന്റെ പേരിൽ പുസ്തകങ്ങൾ എഴുതിയാലും, പ്രവാചകനെതിരെ പുസ്തകങ്ങൾ എഴുതിയാലും അവർക്ക് നമുക്ക് അവരോട് പറയുവാനുള്ളത് അള്ളാഹ് റസൂലിനെ ആരാക്ഷേപിക്കുന്നുവോ, ആര് പരിഹസിക്കുന്നുവോ സാക്ഷാൽ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിക്കുന്ന ചരിത്രം സാക്ഷിയാ. ഡെൻമാർക്കില് ആ കാർട്ടൂണിസ്റ്റ് നടന്നു പോകുമ്പോ എവിടെന്നോ ഒരു തീ വന്നു, അയാൾ തലയിൽ പതിച്ചു, അയാൾ കത്തിച്ചാമ്പലായി പോയി. നമ്മൾ നെറ്റിലൂടെ കണ്ടതാണ്, നെറ്റിലൂടെ കണ്ടതായ വാർത്തയായതൊക്കെ. പക്ഷേ ഈ യാഥാർത്ഥ്യം ഒരു പ്രാവശ്യം മാത്രമേ നെറ്റിൽ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. അപ്പോഴേക്കെല്ലാം ക്ലോസ് ചെയ്യുകയുണ്ടായി. ഇതുപോലെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹു റസൂലിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ വേണ്ടിയിട്ട് മസ്ജിദ് നബവിയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. പ്രവാചകൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അയാൾ കാർക്കിച്ച് തുപ്പി. ആ തുപ്പുനീര് അള്ളാഹു റസൂലിന്റെ മുഖത്ത് പതിച്ചില്ല എന്ന് മാത്രമല്ല, ആ തുപ്പുനീര് ഉഖബത്ത് ബിൻ അബീ മുഅയ്തിന്റെ മുഖത്തേക്ക് തന്നെ പതിച്ചിട്ട് അയാളുടെ മുഖം ചാമ്പലായി പോയ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന് ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോ ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ടിടപെട്ടില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് പറഞ്ഞ, ജനങ്ങളെ ഒരിക്കലും ഞാൻ ഭ്രാന്തനല്ല, ഞാൻ അള്ളാഹുവിന്റെ പ്രബോധകനാണ്. സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമൂദ് ഗോത്രം ആക്ഷേപിച്ചപ്പോ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ടിടപെട്ടില്ല. അവിടെ സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞത്, അല്ലയോ ജനങ്ങളെ, ഞാൻ ഭ്രാന്തനല്ല, ഇന്നി റസൂലും മിൻ റബ്ബിൽ ആലമീൻ, ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പ്രവാചകനാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആക്ഷേപിച്ച് ഇടപെടാത്ത റബ്ബ്, സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആക്ഷേപിച്ച് ഇടപെടാത്ത റബ്ബ്, ഒരുപാട് പ്രവാചകന്മാരെ ആക്ഷേപിച്ചപ്പോ ഇടപെടാത്ത റബ്ബ്, മഹാനായ പ്രവാചകനെ പരിഹസിക്കാൻ തയ്യാറായപ്പോ നേരിട്ട് ഇടപെടുത്തിക്കൊണ്ട് ശിക്ഷ കൊടുത്തുവെങ്കിൽ ലോകത്തോട് നമുക്ക് പറയുവാനുള്ളത്, അനുഗ്രഹീതമായി രാത്രിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു റസൂൽ നമ്മുടേതായി സംസാരം കേട്ടുകൊണ്ട് ആ റൗദാ ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോ, നമ്മുടേതായി കൂട്ടത്തെ കണ്ടുകൊണ്ട് സന്തോഷിക്കുമ്പോ ആ അള്ളാഹു റസൂലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വിനീതൻ എവിടെയെല്ലാം സംസാരിക്കുന്നുണ്ടോ, എവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അള്ളാഹു റസൂലിനെ കുറിച്ച് പറയാതെ, ഏത് വിഷയം സംസാരിച്ചിരുന്നാലും ശരി അള്ളാഹു റസൂലിനെ കുറിച്ച് പറയാതെ ഒരു വേദി പോലും അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ അനുഗ്രഹീതമായ രാത്രിയിൽ അള്ളാഹു റസൂലിനെ കുറിച്ച് ഞാൻ പറയുകയാ. അള്ളാഹു റസൂലിനെ ആരെ ആക്ഷേപിക്കുന്നുവോ അവർ സാക്ഷാൽ ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുമെന്ന് ചരിത്ര സാക്ഷിയാണെങ്കിൽ നമ്മുടെ ഈ വാക്കുകള്, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു റസൂലിനെ കാണട്ടെ. കണ്ണുനീരുമായി ഈ സമൂഹത്തിന്റെ വിഷയത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ അള്ളാഹു റസൂൽ നമ്മുടെ ഈ ചിന്തകൾ കണ്ടുകൊണ്ട്, നമ്മുടെ ഒരുമിച്ച് കൂടൽ കണ്ടുകൊണ്ട്, ഒരുമിച്ച് കൂടിയുള്ള സ്വലാത്തുകൾ ചൊല്ലൽ കൊണ്ട് അള്ളാഹു റസൂൽ സന്തോഷിക്കട്ടെ. അതിനുവേണ്ടി ഈ അനുഗ്രഹീതമായ രാത്രിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ഭവനം, അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ഭവനം, നാം എല്ലാം അതിമനോഹരമായ വീടുകൾ നിൽക്കുമ്പോ ആ വീടിനെല്ലാം നമ്മുടേതായ കണ്ണിന് ആനന്ദം നൽകുന്ന രൂപത്തിലുള്ള പെയിന്റുകൾ അടിച്ചുകൊണ്ട് നാം ആ വീട്ടിൽ സുഖലോലുപരായി കഴിയുമ്പോ, നാം കിടന്നുറങ്ങുന്ന ബെഡ്റൂം പോലും നമ്മുടെ ഉറക്കത്തിന് ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് അതിനനുയോജ്യമായ നിറങ്ങൾ കൊടുത്തുകൊണ്ട് നാം മനോഹരമായി ചിത്രീകരിക്കുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനം, ഈ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. ഒരു നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ഇറക്കുന്നത് ആദ്യമായി പള്ളിയിലാണ്. പള്ളിയിൽ നിന്നാണ് അനുഗ്രഹങ്ങൾ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് മലക്കുകളിൽ എത്തിച്ചു കൊടുക്കുക. അതുപോലെ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട്
പവർ ഹൗസിൽ നിന്ന് ട്രാൻസ്ഫോമറിലേക്കാണ് ആദ്യം കറണ്ട് വരിക. അവിടെ നിന്നാണ് ഓരോ ലൈനിലൂടെ ഓരോ നാട്ടിലേക്ക് ഓരോ പ്രദേശത്ത് കറണ്ട് എത്തുന്നതെങ്കിൽ ഇതുപോലെ അള്ളാഹു ആകുന്ന ആ പവർ ഹൗസിൽ നിന്നും അനുഗ്രഹത്തിൻ്റെതായ പേമാരി ചൊരിയുകയാണ്, അനുഗ്രഹത്തിന്റെ ഹർഷം ചൊരിയുകയാണ്. എവിടേക്ക്? അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക്. അവിടെ നിന്ന് മലക്കുകൾ ആ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം സദാസമയവുമുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നോട്ടം പതിക്കുന്നതായ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനം, ആ ഭവനം എന്ന് വളരെ കളറില്ലാത്ത അവസ്ഥയിൽ, ഉറക്കം തൂങ്ങിയ അവസ്ഥയിൽ നമ്മുടെ വീടുകൾ നാം കെട്ടിയുണ്ടാക്കുമ്പോൾ അതിമനോഹരമായി പെയിന്റ് അടിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭവനം ഇങ്ങനെ നോക്കുകുത്തിയാൻ നിൽക്കുകയാണ്. നാം ചിന്തിക്കുക, അള്ളാഹുവിന്റെ ഈ ഭവനത്തിലാണ് അനുഗ്രഹം ഇറങ്ങിയത്. ഈ ഭവനത്തിൽ നിന്നാണ് നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ കരങ്ങളിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം എത്തിയതെങ്കിൽ ഇനിയും ആ അനുഗ്രഹം എത്തണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹു റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ഈ സദഖ കാണണം, അള്ളാഹു റസൂലിന്റെ ശഫാഅത്ത് എനിക്ക് കിട്ടണം, അള്ളാഹു റസൂൽ റൗള ശരീഫിലേക്ക് ഒന്ന് സിയാറത്ത് ചെയ്യണം. ഒരുപാട് കാലമായി ആഗ്രഹിക്കുകയാണ് അള്ളാഹു റസൂൽ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ. ഇന്നുവരെ എനിക്ക് സാധിച്ചില്ലല്ലോ റബ്ബേ. അള്ളാഹു റസൂൽ ജീവിതകാലത്തോ കാണാൻ സാധിച്ചിട്ടില്ല. ഒന്ന് സ്വപ്നത്തിലെങ്കിലും ദർശിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഒന്നുമല്ല എങ്കിൽ അള്ളാഹുവേ 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 നിന്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മദീനയുണ്ടല്ലോ, ആ മദീനയുടെ ചാരത്തൊന്നണയാൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞ് സായോജ്യമടയാൻ നീ ഭാഗ്യം നൽകണേ റബ്ബേ എന്ന നിയ്യത്തോടുകൂടെ ഏതെങ്കിലും ഒരു സഹോദരൻ ഇല്ല എങ്കിൽ അല്ലാഹുവേ ഇത്രയും നേരം 1.5 മണിക്കൂർ വിശുദ്ധ ഖുർആനെ കുറിച്ച് ഞാൻ കേട്ടു തമ്പുരാനെ. അല്ലാഹുവേ വിശുദ്ധ ഖുർആനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ ആ വിശുദ്ധ ഖുർആൻ നാളെ എനിക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരവസ്ഥ നീ സംജാതമാക്കണേ തമ്പുരാനെ എന്ന നിയ്യത്തോടെ, എന്റെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ റബ്ബേ എന്ന നിയ്യത്തോടെ ഏതെങ്കിലും ഒരു സഹോദരൻ ഇൻഷാ അല്ലാഹ് 1001 രൂപ കണക്കൊന്ന് പൂർത്തിയാക്കാം. 9 ഒരു കുട്ടിയെ തരികയാണെങ്കിൽ ആ കുട്ടിയെ പള്ളി പരിപാലിക്കാൻ വേണ്ടി അയക്കാമെന്ന് നിയ്യത്ത് ചെയ്തപ്പോ ആ മാതാവ് പ്രസവിച്ച് പെൺകുഞ്ഞിനെയായി പോയി, മറിയമ്മിനെയായി പോയി. ഒരു ആവലാതി പറയാം, അല്ലാഹുവേ ഞാൻ പ്രസവിച്ച് പെൺകുട്ടിയാണ്, പിന്നെ എങ്ങനെ പെൺകുട്ടിയെ പള്ളി പരിപാലനത്തിന് വേണ്ടി അയക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നീ നേർച്ച പൂർത്തിയാക്കുക, നീ നേർച്ച പൂർത്തിയാക്കുക. ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉത്തരവാദിത്തം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. മറിയം റളിയല്ലാഹു തആല അൻഹയെ പള്ളി പരിപാലിക്കാൻ വേണ്ടി ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മറ കെട്ടിയിട്ട് താമസിപ്പിക്കാൻ തയ്യാറായി. അപ്പൊ മറിയമിന് ആഹാരം കൊണ്ട് കൊടുക്കുന്ന ജോലി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. അപ്പൊ നാം മനസ്സിലാക്കുക, പള്ളിയിലുള്ള ഉസ്താദുമാർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ള രീതി ഇന്നലെ ആരംഭിച്ചതല്ല, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ആരംഭിച്ചതാണ്. അതുകൊണ്ട് പള്ളി ഉസ്താദുമാർക്ക് മുത്തഅല്ലിമിന് ആഹാരം കൊടുക്കണം, പ്രവാചകന്മാരുടെ ശൈലിയാണ്. അപ്പൊ മറിയം പള്ളിയിൽ താമസിക്കുകയാണ്. ദിവസവും മറിയമിന് ആഹാരവുമായിട്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു ചെല്ലും. ഒരു ദിവസം ആഹാരവുമായി കടന്നു ചെല്ലുമ്പോ മറിയമിന്റെ മുമ്പിൽ അത്ഭുതകരമായ കുറെ ഭക്ഷണങ്ങൾ കാണാനിടയായി. ആ നാട്ടിൽ കിട്ടാത്ത, ആ സീസണിൽ കിട്ടാത്ത കുറെ ഭക്ഷണങ്ങൾ, കുറെ പഴവർഗ്ഗങ്ങൾ മറിയമ്മിന്റെ മുമ്പിൽ കണ്ടപ്പോ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അന്നാലകി ഹാദാ, അന്നാലകി ഹാദാ, നിനക്ക് എവിടെ നിന്ന് കിട്ടി? മറിയം ചോദിച്ചു. ഖാലതു ഹുവ മിൻ ഇൻദില്ലാഹ്, ഖാലതു ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെന്റെ റബ്ബ് തന്നതാണ്, എന്റെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതാ. ഈ സന്ദർഭത്തിൽ ആ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബോധമുണ്ടാകുന്നത്, വീണ്ടും ചിന്ത ഉദിക്കുന്നത്, വയോവൃദ്ധനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുകയാ ഒരു സന്താനത്തിന് വേണ്ടിയിട്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുമോ? സൂറത്ത് മറിയം ഒന്ന് കേൾക്കുമോ? കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅല الرأس ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ. ഓ പ്രവാചകരെ, ഓ പ്രവാചകരെ, അള്ളാഹുവിന്റെ അടിമയായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ദുആ ഒന്ന് കേൾക്കണേ, ആ ദുആ ഒന്ന് അനുസ്മരിക്കണേ. ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, വളരെ രഹസ്യമായി റബ്ബിനോട് അദ്ദേഹം ദുആ ചെയ്തതായ സന്ദർഭമുണ്ടല്ലോ. ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല الرأس ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ.
അല്ലാഹുവേ അല്ലാഹുവേ വസ്തഅല റഅസു ശൈബാ എന്റെ തലമുടിയാണെങ്കിലോ നരബാധിച്ചിരിക്കുകയാ വഹനൽ അൽമു മിന്നി എന്റെ എല്ലുകൾ ബലഹീനമായിരിക്കുകയാ എന്റെ എല്ലുകൾ ബലഹീനമായിരിക്കുമ്പോ എന്റെ തലമുടിയെല്ലാം നരബാധിച്ചിരിക്കുമ്പോ അല്ലാഹുവേ ഇന്നോളം നിന്നോട് ഞാൻ ദുആ ചെയ്തിട്ട് ഒരിക്കൽ പോലും നിരാശനാകേണ്ടി വന്നിട്ടില്ല തമ്പുരാനെ അതുകൊണ്ട് നീ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണേ റബ്ബേ ഒരു സ്വാലിഹായ സന്താനത്തെ തരണേ തമ്പുരാനെ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുമ്പോ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ യാ സക്കരിയ ഓ സക്കരിയ നബി ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ അങ്ങക്ക് ഞാൻ ഇതാ ഒരു പൊന്നുമോനെ തരാൻ പോകുകയാ ഇസ്മുഹു യഹ്യാ ആ പൊന്നുമോന്റെ പേര് യഹ്യ എന്നാണ് ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ ഇതിനു മുമ്പ് ഞാൻ ആർക്കും യഹ്യ എന്ന് പേര് വെച്ചിട്ടില്ല ആദ്യമായി നിങ്ങളുടെ മകന് ഞാൻ യഹ്യ എന്ന് പേര് വെക്കുകയാ അതുകൊണ്ട് ഒരു മകനെ കൊണ്ട് ഞാനിതാ സന്തോഷ വാർത്ത അറിയിക്കുകയാ എന്ന് പറയുമ്പോ വീണ്ടും മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ചിന്തയുണ്ടാവുകയാ അല്ലാഹുവേ അല്ലാഹുവേ ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യുൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ് തമ്പുരാനെ എനിക്ക് എങ്ങനെയാ ഒരു സന്താനമുണ്ടാവുക എനിക്ക് എങ്ങനെയാ ഒരു സന്താനമുണ്ടാവുക ഞാനാണെങ്കിലോ വയോവൃദ്ധനായിരിക്കുകയാ വംറഅതി ആഖിറ എന്റെ ഭാര്യയാണെങ്കിലോ മലടിയായിരിക്കുകയാ എന്റെ ഭാര്യയാണെങ്കിലോ പ്രസവിക്കാത്തവളായിരിക്കുകയാ ലോകം മുഴുവനും വിധി എഴുതിയിരിക്കുകയാ എന്റെ ഭാര്യ പ്രസവിക്കുകയില്ല എന്ന് എന്റെ ഭാര്യയാണെങ്കിലോ വൃദ്ധയായി എന്റെ തലമുടിയാണെങ്കിലോ നരച്ചിരിക്കുന്നു എന്റെ എല്ലുകളാണെങ്കിലോ ബലഹീനമായിരിക്കുന്നു പിന്നെങ്ങനാ എനിക്കൊരു സന്താനമുണ്ടാവുക എന്ന് ചോദിക്കുമ്പോ റബ്ബിന്റെ മറുപടിയാണ് ഖാല കദാലിക അതേ സക്കരിയ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് യുവത്വം വേണമെന്നത് ശരിയാണ് സന്താനോത്പാദനത്തിന് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രയാസമുള്ള കാര്യമല്ല എന്ന് പറയുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് വീണ്ടും ചോദിക്കുകയാ റബ്ബി ജ്അൽലി ആയ അല്ലാഹുവേ വയോവൃദ്ധനായ എനിക്ക് നീ സന്താനത്തെ തരുമെന്ന് പറയുമ്പോ നിന്റേതായ പ്രഖ്യാപനത്തിൽ വാഗ്ദാനത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെങ്കിലും എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി റബ്ബി ജ്അൽലി ആയ ഒരു ക്ലൂ താ തമ്പുരാനെ ഈ ക്ലൂ സമ്പ്രദായം തുടങ്ങിയതല്ല സക്കരിയ നബിയുടെ കാലത്ത് തുടങ്ങിയതാണ് മുഹമ്മദ് പറഞ്ഞ ക്ലൂ ഉണ്ടോന്ന് ചോദിക്കും ഒരു ക്ലൂ തരാമോ എന്ന് ചോദിക്കും കുട്ടിയുടെ പറയുകയാണ് ഒരു കഥ പറയുമ്പോ ഒരു പേര് പറയുമ്പോ ഒരു സംഭവം പറയാൻ കുട്ടികൾ ചോദിക്കും ഒരു ക്ലൂ തരാമോ അല്ലേ ഈ ക്ലൂ എന്ന് പറഞ്ഞ സക്കരിയ നബിയുടെ കാലത്ത് തുടങ്ങിയതാണ് ഖാല റബ്ബി ജ്അൽലി ആയ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം എന്താ قال آيتك ألا تكلم الناس 3 ليال سويا 3 ദിനരാത്രങ്ങൾ നിനക്ക് ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുകയില്ല ജനങ്ങളോട് നിനക്ക് സംസാരിക്കാൻ കഴിയുകയില്ല ഇമാമായി ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന നീയുണ്ടല്ലോ പള്ളിയിലേക്ക് ചെല്ലുമ്പോ ജനങ്ങളോട് നിനക്ക് സംസാരിക്കാൻ കഴിയുകയില്ല അൻസബ്ബിഹൂഹു ബുക്റതൻ വഅശിയ ജനങ്ങളോട് നീ പോയിട്ട് ഇശാറ ചെയ്യണം നീ റബ്ബിന് തസ്ബീഹ് ചൊല്ലണം പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ തസ്ബീഹ് ചൊല്ലണേ സന്താനത്തെ വേണോ ജീവിത പ്രയാസം മാറിക്കിട്ടണോ ജീവിതത്തിൻ്റെതായ പ്രയാസങ്ങൾക്കെല്ലാം അറുതി ഉണ്ടായിട്ട് ഒരു വിജയത്തിൻ്റെതായ രാജപാത തെളിഞ്ഞു കാണണമോ അൻസബ്ബിഹൂഹു ബുക്റതൻ വഅശിയ പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിന് തസ്ബീഹ് ചൊല്ലണേ തസ്ബീഹിലൂടെ മാത്രമേ റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിലൂടെ മാത്രമേ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഒരു പ്രവാചകൻ സന്താനത്തെ കൊടുക്കാൻ സമയത്തും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമാണ് അൻസബ്ബിഹൂഹു ബുക്റതൻ വഅശിയ പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിനെ നീ തസ്ബീഹ് ചൊല്ലണേ റബ്ബിനെ നീ ദിക്ർ ചൊല്ലണേ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കണേ എപ്പോഴാ റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ചതെന്നറിയോ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തുകൊണ്ട് റബ്ബി ലാ തദ്റനി ഫർദൻ വഅന്ത ഖൈറുൽ വാരിസീൻ
ഈ ദുആയോടുകൂടി നമസ്കാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രതീക്ഷയോടെ ദുആ ചെയ്തുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി ഇമാമത്ത് നിന്നുകൊണ്ട് മെഹ്റാബിൽ നിൽക്കുമ്പോ ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ചതെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം വേണോ? നമസ്കാരത്തിലേക്ക് മടങ്ങുക, നമസ്കാരത്തിലേക്ക് മടങ്ങുക, നമസ്കാരത്തിലേക്ക് മടങ്ങുമോ? വിശുദ്ധ ഖുർആൻ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാ, ആ മൂസ എന്ന ചെറുപ്പക്കാരൻ നബുവത്ത് കൊടുത്തുകൊണ്ട് പ്രവാചകനായി സ്വീകരിക്കുമ്പോഴും ആദ്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല മൂസയോട് പറഞ്ഞത്, ഏ മൂസ, എന്റെ സ്മരണയ്ക്ക് വേണ്ടി അഖിമിസ് സ്വലാത ലിദിക്രി, എന്റെ സ്മരണയ്ക്ക് വേണ്ടി നീ നമസ്കാരം നിലനിർത്തണേ, എന്റെ സ്മരണയ്ക്ക് വേണ്ടി നമസ്കാരം നിലനിർത്തണേ എന്ന ആദ്യമായി പ്രവാചകനോട് റബ്ബ് സുബ്ഹാനഹു വ തആല വസിയ്യത്ത് ചെയ്തതെങ്കിൽ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതകരമായി ഭൂമിയിൽ പിറന്നു വീഴുമ്പോ ആദ്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിപ്പിക്കുകയാണ് ഈസയെ കൊണ്ട്. ജനങ്ങളെല്ലാം ഈസ ജാരസന്തതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുമ്പോ മറിയം റളിയല്ലാഹു തആല അൻഹയെ വിചാരണീയായി ചിത്രീകരിക്കുമ്പോ, ഏ മറിയമേ, നീ എത്രയോ മോശമായ കാര്യമായി ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നിന്റെ പിതാവ് ഒരു മോശ സ്വഭാവക്കാരനായിരുന്നില്ലല്ലോ മറിയമേ. ഒമാ ഉമ്മുക്കി ബഗിയ, നിന്റെ മാതാവ് ഒരു വേശ്യയായിരുന്നില്ല, നിന്റെ മാതാവ് ഒരു വ്യഭിചാരിണിയായിരുന്നില്ല, പിന്നെന്തിനാ നീ വൃത്തികേട് കാണിച്ചതെന്ന് ചോദിക്കുമ്പോ ആദ്യമായി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുകയാ. സംസാരപ്രായം എത്തുന്നതിന് മുമ്പായി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി പ്രഖ്യാപിച്ചത് എന്താണെന്നറിയോ? ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യാ. ഞാൻ അല്ലാഹുവിന്റെ അടിമയാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ. ആതാനിയൽ കിതാബ, എനിക്ക് ഗ്രന്ഥം നൽകിയിരിക്കുകയാ, എനിക്ക് ഇൻജീൽ നൽകിയിരിക്കുകയാ. വജഅലനി നബിയ്യ, എന്നെ പ്രവാചകനാക്കി മാറ്റിയിരിക്കുകയാ. വജഅലനി ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നു, ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അനുഗ്രഹീതനാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം അനുഗ്രഹീതമാണ്. എവിടെ ഞാൻ ജീവിച്ചാലും അവിടെയെല്ലാം അനുഗ്രഹമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് അവസാനമായി മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താണെന്നറിയോ? ഔസാനി ബിസ്സലാ, ഔസാനി ബിസ്സലാ, ഔസാനി ബിസ്സലാ. എന്റെ റബ്ബ് എന്നോട് നമസ്കാരം കൊണ്ട് വസിയ്യത്ത് ചെയ്തിരിക്കുകയാ, എന്റെ റബ്ബ് എന്നോട് നമസ്കാരം കൊണ്ട് വസിയ്യത്ത് ചെയ്തിരിക്കുകയാ. ഒരു പ്രവാചകനാകുന്ന അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോലും ആദ്യമായ റബ്ബിന്റെ വസിയ്യത്താണ് നമസ്കാരം നിലനിർത്തണേ എന്ന് സക്കരിയ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ചത്. നമസ്കാരത്തിന് വേണ്ടി മുസല്ലയിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം വേണോ? നമസ്കാരത്തിലേക്ക് മടങ്ങണേ, നമസ്കാരത്തിലേക്ക് മടങ്ങണേ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാകണേ. പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറാൻ പ്രചോദനം നൽകുന്ന ഒരേ ഒരു വസ്തു ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ മാത്രമാ. ആ വിശുദ്ധ ഖുർആൻ നൽകുന്നതായ സന്ദേശമാ, ആ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാ. എന്താ പ്രഖ്യാപനം എന്നറിയോ? ജീവിത പ്രയാസം കൊണ്ട് വഴിമുട്ടുമ്പോ, കച്ചവടത്തിൽ നഷ്ടം വന്ന് വഴിമുട്ടുമ്പോ ഇനി എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോ വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം എന്താണെന്നറിയുമോ? പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി 5 നേരത്തെ നമസ്കാരം നീ കൃത്യമായി നിർവഹിക്കണേ, 5 നേരം നീ കൃത്യമായി നിർവഹിക്കണേ. وقرآن الفجر നീ പ്രഭാതത്തിൽ ഒന്ന് ഖുർആൻ ശരീഫ് ഓതണേ. സുബഹി നമസ്കാരത്തിന് ശേഷം അല്പം ഒന്ന് നീ ഖുർആൻ ഓതണേ. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഈ ഖുർആൻ ശരീഫ് ഉണ്ടല്ലോ, ആരും സഹായത്തിനില്ലാത്ത മഹ്ശറയില്, അല്ലാഹുവിന്റെ മഹ്ശറ എന്ന് പറയുന്ന വൻകോടതിയില് ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്തതായ മഹ്ശറയുണ്ടല്ലോ. ആ കോടതിയിൽ മാതാപിതാക്കളെല്ലാം ഓടിയകലുകയാ മക്കളിൽ നിന്ന്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കണേ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീ വസാഹിബതിഹി വബനീ ലികുല്ലി ഇംദിഇൻ മിൻഹും യൗമഇദിൻ ശഅനി യുഗ്നീ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, ഓരോ മനുഷ്യനും തന്റെ സഹോദരനിൽ നിന്ന് ഓടിയകലുകയാ. വഉമ്മിഹി വഅബീഹി, അവനെ നൊന്ത് പ്രസവിച്ച ഉമ്മയിൽ നിന്ന് ഓടിയകലുകയാ. അവന് വേണ്ടി കഷ്ടപ്പെട്ട പിതാവിൽ നിന്ന് ഓടിയകലുകയാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള മുഴുവൻ പ്രവാചകന്മാരും ഉൾപ്പെടെ എല്ലാവരും വേദന
ചിന്തയോടെ ഭയബഹുലരായി കഴിയുമ്പോ നിനക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന, ഇല്ല എങ്കിൽ നിനക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്ന ഒരു സാക്ഷിയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പ്രഖ്യാപിക്കുമ്പോ അള്ളാന്റെ പ്രഖ്യാപനം എന്താണെന്നറിയോ? അള്ളാന്റെ രണ്ടാമത്തെ നിർദ്ദേശം എന്താണെന്നറിയോ? ഖുർആനൽ ഫജ്രി, പ്രഭാതത്തിൽ നീ അല്പം ഖുർആൻ ഓതണേ. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഈ ഖുർആൻ ശരീഫ് നാളെ മഹ്ശറയിൽ നിനക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഒരു സാക്ഷിയാണെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ മൂന്നാമതായ റബ്ബിന്റെ പ്രഖ്യാപനം എന്താണെന്നറിയോ? മൂന്നാമതായ റബ്ബിന്റെ നിർദ്ദേശം എന്താണെന്നറിയോ? അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് ഇത്തേൻ 1001 രൂപ, 1001 രൂപ. فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിയുമ്പോ, പ്രഭാത നമസ്കാരത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിയുമ്പോ, നമസ്കാരത്തിൽ കൃത്യത പാലിച്ച് വിശുദ്ധ ഖുർആൻ ജീവിത പദ്ധതിയായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന് മാർഗദർശിയായ വിശുദ്ധ ഖുർആൻ എന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ഒരുപാട് പ്രയാസങ്ങൾ നീ നേരിടേണ്ടി വരുമ്പോ, ഒരുപാട് പ്രയാസങ്ങൾ നീ തരണം ചെയ്യേണ്ടി വരുമ്പോ, ജീവിതത്തിന് ഗതിയില്ലാതെ ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ സാധിക്കാതെ ദിശാബോധമില്ലാതെ നട്ടം തിരിയുമ്പോ നിനക്ക് സുന്നത്താക്കിയിരിക്കുന്ന തഹജ്ജുദ് നമസ്കാരമുണ്ടല്ലോ. പാതിരാത്രിയിലെ മുഴുവൻ സൃഷ്ടികളും നിദ്രയിലാണ്ട് കിടക്കുമ്പോ, എല്ലാവരും ഉറക്കത്തിലാണ്ട് കിടക്കുമ്പോ നീ ഒന്ന് എഴുന്നേൽക്കുമോ? നീ ഒന്ന് എഴുന്നേൽക്കുമോ? വുളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കാൻ തയ്യാറാകുമോ? 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ തയ്യാറാകുമോ? 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ നീ തയ്യാറാകുമോ? എന്നാൽ അസാ അയ്യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. സുസ്ഥിരമായ സ്ഥാനത്തിലേക്ക് നിന്നെ അവരോധിക്കാൻ മതിയായവനാ നിന്റെ റബ്ബ്. ആ റബ്ബിൻ്റെതായ കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു തരാൻ മതിയായവനാ റബ്ബ്. ആ പ്രതീക്ഷയോടെ, ആ വിശ്വാസത്തോടെ, ആ ഒരു സങ്കല്പത്തോടെ നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങുമോ? തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കാൻ നീ തയ്യാറാകുമോ? തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുമ്പോ ജീവിത പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നതായ നിനക്ക് അസാ അയ്യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. സുസ്ഥിരമായ സ്ഥാനത്തിലേക്ക് നിന്നെ അവരോധിക്കാൻ റബ്ബ് മതിയായവനാ. അവൻ കാത്തിരിക്കുകയാണ് റബ്ബിന്റെ സവിധത്തിലേക്ക് കടന്നു ചെല്ലുന്നതിനെ, റബ്ബിന്റെ മുമ്പിലേക്ക് നീ കടന്നു ചെല്ലുന്നതിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാ റബ്ബ്. ഒരുപക്ഷേ ദുനിയാവിൽ നീ ആർഭാടപൂരിതം ജീവിച്ചിരുന്നവനാണെങ്കിൽ, സന്തോഷകരമായ ജീവിതം നയിച്ചവനാണെങ്കിൽ, ഒരു സുപ്രഭാതമെല്ലാം തകർന്നടിഞ്ഞ് ഒരു ഗ്ലാസ് ചായക്ക് പോലും നിവർത്തിയില്ല നീ കഴിഞ്ഞുകൂടുമ്പോ, നിന്റെ വാക്കിന് പോലും ജനങ്ങൾ വില കൽപ്പിക്കാതിരിക്കുമ്പോ, നിനക്ക് പൈസ ഉണ്ടായിരുന്നപ്പോ നിനക്ക് ഓശാന പാടി നടന്നിരുന്ന അനുയായികള് നിന്നെ കണ്ടപ്പോൾ പുറംതിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാ ഉള്ളതെങ്കിൽ, അതിനെല്ലാം പരിഹാരം പായിട്ട്, അതെല്ലാം മാറിയിട്ട്, നഷ്ടപ്പെട്ടു പോയതായ പ്രതാപം തിരിച്ചു കിട്ടിയിട്ട് ഉന്നതമായ അവസ്ഥയിലേക്ക് മടങ്ങി വരണമെന്ന് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. സുസ്ഥിരമായ സ്ഥാനത്തിലേക്ക് റബ്ബ് ഉയർത്താൻ പര്യാപ്തമായ ഒരേ ഒരു ഇബാദത്ത് പാതിരാത്രിയിൽ സൃഷ്ടികളെല്ലാം നിദ്രയിലാണ്ട് കിടക്കുമ്പോ നീ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന തഹജ്ജുദ് നമസ്കാരമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോ 5 നേരം നമസ്കാരം നീ കൃത്യമായി നിർവഹിക്കണേ. വിശുദ്ധ ഖുർആൻ നീ പാരായണം ചെയ്യണേ. തഹജ്ജുദ് നമസ്കരിക്കാൻ നീ തയ്യാറാകണേ. എല്ലാ പ്രതിസന്ധികളിലും തളരാതെ മുന്നേറാൻ, എല്ലാ പ്രതിസന്ധികളും തട്ടി മാറ്റിയിട്ട് മുന്നേറാൻ പ്രചോദനം നൽകാൻ നിനക്ക് പര്യാപ്തമാകുന്ന 3 നിർദ്ദേശങ്ങളാ റബ്ബ് സുബ്ഹാനഹു വ തആല സമർപ്പിക്കുന്നതെങ്കിൽ ഈ നിർദ്ദേശം സ്വീകരിക്കാൻ തയ്യാറാകുമോ? ഈ വാക്കുകൾ സ്വീകരിക്കാൻ തയ്യാറാകുമോ? അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറയുമ്പോഴും അവസാനമായും പറഞ്ഞ നമസ്കാരത്തെ കുറിച്ചാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി വസിയ്യത്ത് ചെയ്ത നമസ്കാരത്തെ കുറിച്ചാണെങ്കിൽ, ഈ വിനീതൻ ഇത്ര നേരം സംസാരിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിനു ശേഷം അവസാനമായി വിശുദ്ധ ഖുർആൻ നിർദ്ദേശമാകുന്ന നമസ്കാരത്തെ കുറിച്ചാ പറഞ്ഞതെങ്കിൽ, ഈ വിനീത പ്രഭാഷണം അവസാനിപ്പിക്കാൻ പോകുമ്പോഴും, പ്രസംഗം നിർത്താൻ പോകുമ്പോഴും, ഈ പ്രഭാഷണം നിർത്താൻ പോകുമ്പോഴും എന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരിമാരോട് ഈ വിനീതനും വസിയ്യത്ത് ചെയ്യാനുള്ളത് അഖിമിസ്സലാ
അഖിമിസ്സലാ അഖിമിസ്സലാ. നമസ്കാരം നിലനിർത്തണേ, നമസ്കാരം നിലനിർത്തണേ, നമസ്കാരം നിലനിർത്തണേ. ജീവിതത്തിൽ സംഭവിച്ചു പോയതായ പാളിച്ചകൾക്കെല്ലാം റബ്ബിനോട് മാപ്പിരക്കാൻ തയ്യാറാകണേ, റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറാകണേ. പ്രതീക്ഷയോടെ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പിരന്നുകൊണ്ട് റബ്ബിൻ്റെതായ കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ താണുകേണ് നീ അപേക്ഷിക്കാൻ തയ്യാറാകുമോ? എന്നാൽ അവസാനമായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിൻ്റെതായ ഹസ്തമിതാ നീട്ടുകയാ, തഴുകി തലോടിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയാ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയെ പറയുക എൻ്റെ അടിമകളോട്, അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട് സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിച്ച, സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ച എൻ്റെ അനുയായ എൻ്റെ അടിമകളോട് പറയൂ നബിയെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശരാകരുതേ, നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശരാകരുതേ, നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശരാകരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തെറ്റുകൾക്കും മാപ്പ് തരാൻ കഴിവുള്ളവനാ റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ആ റബ്ബിലേക്ക് മടങ്ങുമോ? ആ റബ്ബിലേക്ക് മടങ്ങുമോ? ആ ഖുർആനിലേക്ക് മടങ്ങാൻ തയ്യാറാകുമോ? ആ ഖുർആൻ പ്രബോധനം ചെയ്ത പ്രവാചകന്റെ സുന്നത്തിലേക്ക് മടങ്ങാൻ തയ്യാറാകുമോ? നാഥൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ذا الهبل الشديد والأمر الرشيد نسألك الأمن يوم الوعيد والجنة يوم الخلود مع المقربين الشهود الموفين لك بالعهود الركع السجود. إنك رحيم ودود وإنك تفعل ما تريد. أرحم الراحماയ അല്ലാഹുവേ, രാജാതിരാജനായ രക്ഷിതാവേ, കരുണക്കടലായ നാഥ, ഞങ്ങളുടെ പാവപങ്കിലമായ കരങ്ങൾ നിന്റെ വിശാലമായ ദർബാറിലേക്ക് ഉയർത്തുന്നു റബ്ബേ. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയ മഹാപാവികളാ തമ്പുരാനെ, ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ മാപ്പ് തരാത്ത പക്ഷം ഞങ്ങൾ നരകത്തിലെ വിറകുകൊള്ളികളായി അതപ്പതിച്ചു പോകും റബ്ബേ. അല്ലാഹുവേ, നിന്റെ ശിക്ഷ താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല തമ്പുരാനെ. ഞങ്ങൾ പാവങ്ങളാണ്, ബലഹീനരാണ്, സാധുക്കളായ ഞങ്ങളെ നീ ഒന്ന് ഏറ്റെടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ റബ്ബേ, മക്കളിൽ ബർക്കത്ത് ചെയ്യണേ റബ്ബേ, ഭാര്യമാരിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആഫിയത്തും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ആ വിഷയത്തോട് പൂർണ്ണമായി നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ മറ്റൊരവസരത്തിൽ വിശദമായി സംസാരിക്കാം. ഈ വിനീതന കുടുംബത്തിന് വേണ്ടി എല്ലാ സഹോദരി സഹോദരന്മാരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.